ഡാർട്ടുകളുടെയും പ്ലീറ്റുകളുടെയും സാമ്പിളുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾ ഒരു പ്ലെയിൻ ഡാർട്ട് നിർമ്മിക്കാൻ, ഒരു കൗണ്ടർ ഡാർട്ട് നിർമ്മിക്കാൻ, ഒരു ഫ്രഞ്ച് ഡാർട്ട് എങ്ങനെ നിർമ്മിക്കാം എന്ന് പഠിക്കും. ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ്: സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ 1, അയൺ ബോക്സ് 1, ഹാൻഡ് നീഡിൽ 1, സിസേഴ്സ് 1, മെറ്റീരിയൽസ്: ലോങ് ക്ലോത്ത് 0.15 meters into 0.75 meter, sewing thread 1. ഡാർട്ട്സ്: ഡ്രസ് മേക്കിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറൽ എലമെൻ്റാണ് ഈ ഡാർട്ട്സ്. ഡാർട്ട്സ് വളരെ ആവശ്യമുള്ള ഒന്നാണ്, കാരണം ബോഡി സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഷേപ്പ് അല്ല, അത് കേർവ്ഡ് ആണ്. ഡാർട്ട് നമ്മളുടെ ബോഡി ഷേപ്പിന്റെ കോണ്ടൂറിനനുസരിച്ച് ഗാർമെന്റ് തയ്യാറാക്കാൻ ഉപകരിക്കും, എന്നാലേ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കൂ. ധരിക്കാനും കംഫർട്ടബിൾ ആയിരിക്കും. അതുമാത്രമല്ല, ഉണ്ടാക്കുന്ന ഗാർമെന്റ്സ് കാണാനും അട്രാക്റ്റീവ് ആയിരിക്കും. ഡാർട്ട്സ് പ്രധാനമായും വുമൺ ഡ്രസ്സസിലാണ് ഉപയോഗിക്കുക. ഇത് ബസ്റ്റ്, ഹിപ്സ്, ഷോൾഡേഴ്സ് പിന്നെ എൽബോസിന് ഫുൾനെസ് അലോ ചെയ്യും. ഡാർട്ട്സിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ഡാർട്ട് ഓർ ദ ഹാഫ് ഡാർട്ട്, ഡബിൾ പോയിന്റഡ് ഡാർട്ട്സ് ഓർ ദ ഫുൾ ഡാർട്ട്സ്, സ്ലാഷ്ഡ് ഡാർട്ട്, കോണ്ടൂർ ഡാർട്ട്, ഫ്രഞ്ച് ഡാർട്ട്. പ്ലെയിൻ ഡാർട്ട്: പ്ലെയിൻ ഡാർട്ടിനെ നമുക്ക് ഹാഫ് ഡാർട്ട് എന്നും വിളിക്കാവുന്നതാണ്. ഇത് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഒരു എൻഡ് വൈഡ് ആയിരിക്കും, മറ്റൊരു എൻഡ് പോയിന്റഡ് ആയിരിക്കും. ഈ പോയിന്റഡ് പാർട്ട് ബോഡിയുടെ ഫുള്ളസ്റ്റ് പാർട്ടിനെ ഡയറക്റ്റ് ചെയ്തായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. ടാക്കിംഗ് ആൻഡ് സ്റ്റിച്ചിങ് എപ്പോഴും വൈഡ് എൻഡിൽ ആരംഭിച്ച് ഡാർട്ട് പോയിന്റിൽ അവസാനിക്കണം. ഡാർട്ടിന്റെ വൈഡ് ബേസ് ആണ് ഫാബ്രിക്കിന്റെ ഫുൾനെസ് എടുത്തു കാണിക്കുക. അപ്പോഴേ ബോഡിയുടെ നാരോവർ പാർട്സിനും ഗാർമെന്റ്സ് ഫിറ്റ് ആകും. ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള സ്പേസ് ഇൻടേക്ക് എന്ന് പറയും. ഇത് ഗാർമെന്റിന്റെ റോങ് സൈഡിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഈ ഡാർട്ട് സ്റ്റിച്ചിങ് ലൈൻ എല്ലാം തന്നെ മാച്ച്ഡ് ആയിരിക്കും, ഒപ്പം ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യണം. നമ്മുടെ ബോഡിയുടെ ഷേപ്പിന് ക്ലോസ് ഫിറ്റായി ഇരിക്കുന്ന രീതിയിൽ ഈ സ്റ്റിച്ചിങ് ലൈൻസ് എല്ലാം ഒന്നുകിൽ സ്ട്രെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ജെന്റ്ലി കേർവ്ഡ് ആയിരിക്കും. കൺസ്ട്രക്ട് എ പ്ലെയിൻ ഡാർട്ട്. പ്ലെയിൻ ഡാർട്ടിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി 25 cm x 15 cm ഉള്ള ഒരു പീസ് ഓഫ് ഫാബ്രിക് ക്ലോത്ത് എടുക്കുക. ഫാബ്രിക്കിന്റെ റോങ് സൈഡിൽ ആവശ്യമുള്ള 10 cm ഡാർട്ട് ലെങ്ത് അനുസരിച്ച് ലൈൻ AB മാർക്ക് ചെയ്യുക. ശേഷം ഹാഫ് ഓഫ് ദ ഡാർട്ട് വിഡ്ത്ത്, അതായത് 1.5 cm അനുസരിച്ച് പോയിന്റ് C മാർക്ക് ചെയ്യുക. ഇനി B ആൻഡ് C ജോയിൻ ചെയ്യുക. മാർക്കിങ്ങിനു വേണ്ടി ടൈലർസ് ചോക്ക് യൂസ് ചെയ്യുക. ലൈൻ ABക്ക് അനുസരിച്ച് ഫാബ്രിക് ഫോൾഡ് ചെയ്ത് ശേഷം റൈറ്റ് സൈഡിലേക്ക് ഒന്നിച്ചു വെച്ച് ലൈൻ BCക്ക് ബിസൈഡായിട്ട് ബാസ്റ്റ് ചെയ്യുക. മെഷീൻ ഉപയോഗിച്ച് ആ മാർക്ക് സ്റ്റിച്ച് ചെയ്യുക. തുടക്കത്തിൽ ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. ശേഷം നോട്ട് ടൈ ചെയ്തിട്ട് ത്രെഡ്സ് അതിന്റെ എൻഡിൽ വിടുക. ത്രെഡ് ട്രിം ചെയ്ത് അതിനുശേഷം ഡാർട്ട് പ്രസ് ചെയ്യുക. നോട്ട്: നിങ്ങൾ ഡാർട്ടിന് തിക്കായിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോൾഡഡ് പോർഷൻ സ്ലാഷ് ചെയ്തിട്ട് ഡാർട്ടിന്റെ എൻഡിൽ 1 cm വിട്ട് അതിനുശേഷം പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതിനെയാണ് സ്ലാഷ്ഡ് ഡാർട്ട് എന്ന് പറയുക. ഇത് തന്നെ ഫാബ്രിക് വളരെ ഈസി ആയിട്ട് ഫ്രൈ ആകുകയാണെങ്കിൽ പിങ്കിങ് ഷിയേഴ്സ് യൂസ് ചെയ്യുക. കോണ്ടൂർ ഡാർട്ട്: ഫുൾ ഡാർട്ടിന്റെ ഒരു വേരിയേഷൻ ആണ് ഈ കോണ്ടൂർ ഡാർട്ട്. വേസ്റ്റ് സീം ഇല്ലാത്ത ഒരു ഗാർമെന്റിന് സെമി ഫിൽഡ് ആൻഡ് ഫിൽഡ് സ്റ്റൈൽസ് വെക്കുവാൻ വേണ്ടി ഈ കോണ്ടൂർ ഡാർട്ടാണ് ഉപയോഗിക്കാറ്. ഈ ഡാർട്ട്സിൽ 2 പോയിന്റഡ് എൻഡ്സ് ഉണ്ടാവും. ഒരു എൻഡ് ബസ്റ്റിന് ഫുൾനെസ് പ്രൊവൈഡ് ചെയ്യും, മറ്റൊരു എൻഡ് ഹിപ്പിന് ഫുൾനെസ് പ്രൊവൈഡ് ചെയ്യും. ഡാർട്ടിന്റെ വൈഡ് സെൻട്രൽ പാർട്ടാണ് ഫാബ്രിക്കിന്റെ വേസ്റ്റ് അളവ് ഷേപ്പ് ചെയ്യുക. ഡാർട്ടിന്റെ മിഡിലാണ് ക്ലിപ്പിംഗ് ഓഫ് ഇൻടേക്ക് ചെയ്യുക. ഇതിലൂടെ വേസ്റ്റിലും മറ്റ് കേർവ്ഡ് സെക്ഷൻസിലും ഉള്ള സ്ട്രെയിൻ റിമൂവ് ചെയ്യും. കൂടാതെ ഇതാണ് ഡാർട്ടിനെ സ്മൂത്ത് ആയിട്ടിരിക്കാൻ അലോ ചെയ്യുക. കൺസ്ട്രക്ട് എ കോണ്ടൂർ ഡാർട്ട്. ഡബിൾ പോയിന്റഡ് ഡാർട്ട്: 25 cm x 15 cm ഉള്ള ഒരു പീസ് ഓഫ് ഫാബ്രിക് എടുക്കുക. ഫാബ്രിക്കിന്റെ റോങ് സൈഡിൽ അപ്പർ ആൻഡ് ലോവർ എഡ്ജിലുള്ള ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ലൈനിൽ സെയിം ആയിട്ടുള്ള രീതിയിൽ A and B എന്ന പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ശേഷം ഡാർട്ട് ലെങ്ത് 15 cm ഉള്ള രീതിയിൽ ഒരു പോയിന്റ് C മാർക്ക് ചെയ്യുക. ഈ പോയിന്റ് ലൈൻ ABക്ക് സെന്ററിൽ ഉള്ള രീതിയിൽ മാർക്ക് ചെയ്യണം.
കൂടാതെ 1.5 സെൻറ്റിമീറ്റർ ഉള്ളതായും ശ്രദ്ധിക്കണം. അതായത് പോയിന്റ് സിയിൽ നിന്നും ഹാഫ് ഓഫ് ദ ഡാർട്ട് വിഡ്ത്ത് മാർക്ക് ചെയ്ത് അത് പോയിന്റ് ഡി ആയിട്ട് വെക്കുക. ഇനി ലൈൻ എയും ഡിയും ജോയിൻ ചെയ്യുക. ശേഷം ലൈൻ ബിയും ഡിയും ജോയിന്റ് ചെയ്യുക. ലൈൻ എ ബി അനുസരിച്ച് ഫാബ്രിക് ഫോൾഡ് ചെയ്തിട്ട് റൈറ്റ് സൈഡ്സ് ഒന്നിച്ച് വെച്ചതിന് ശേഷം ഡാർട്ട് ലൈൻ എ ഡി ബി എന്ന് പിൻ ചെയ്യുക. ലൈൻ എ ഡി ബിയിലുള്ള ഇൻസൈഡ് ബാസ്റ്റ് ചെയ്യുക. അതിനുശേഷം പിൻസ് റിമൂവ് ചെയ്യുക. മെഷീൻ ഉപയോഗിച്ച് ആ മാർക്സ് സ്റ്റിച്ച് ചെയ്യുക. കൂടാതെ പോയിന്റ് ഡിയിൽ കേർവ്ഡ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഡാർട്ടിൻ്റെ ബോത്ത് എൻഡ്സിലും ത്രെഡിനെ ടൈ ആൻഡ് ട്രിം ചെയ്യുക. ബാസ്റ്റിംഗ് റിമൂവ് ചെയ്യുക. ഫ്രം സി ടുവേർഡ്സ് ഡിയിലേക്ക് വിത്തിനിലുള്ള 3 mm വെച്ച് ഡാർട്ട് ക്ലിപ്പ് ചെയ്യുക. നോട്ട്: നിങ്ങൾ ഡബിൾ പോയിന്റഡ് ഡാർട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ക്ലിപ്പിംഗ് ഡാർട്ടിന്റെ നടുവിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഡബിൾ പോയിന്റഡ് ഡാർട്ടിനെ ഫുൾ ഡാർട്ട് എന്നും നമുക്ക് വിളിക്കാവുന്നതാണ്. ഫ്രഞ്ച് ഡാർട്ട് ഹാഫ് ഡാർട്ടിന്റെ ഒരു വേരിയേഷൻ ആണ് ഈ ഫ്രഞ്ച് ഡാർട്ട്. ഇതിന് കേർവ്ഡ് ഡാർട്ട് എന്ന മറ്റൊരു പേര് കൂടി ഉണ്ട്. ഹാഫ് ഡാർട്ടിന്റെ വേരിയേഷനായ ഈ ഫ്രഞ്ച് ഡാർട്ടാണ് സെമി ഫിറ്റഡ് ഷേപ്പ് നൽകുന്നത്. ഇത് അണ്ടർ ആം ബസ്റ്റ് ഡാർട്ടിനെയും വേസ്റ്റ് ഡാർട്ടിനെയും കമ്പൈൻ ചെയ്ത് ഒരു ലോങ് ഡാർട്ടായി മാറും. ഇത് ബസ്റ്റ് ഡൗണിൽ നിന്ന് റണ്ണായി സൈഡ് സീമിന്റെ ടുവേർഡ്സിലുള്ള ആംഗിളിലേക്ക് വരും. സ്യൂയിങ്ങിന് മുന്നേ സെന്റർ ലൈനിലുള്ള ഓപ്പൺ കട്ട് ചെയ്യും. അപ്പോഴേ ഇത് സ്റ്റിച്ചിങ് ലൈനിന് മാച്ചിങ് ആയിട്ട് മാറൂ. ട്രേസിംഗ് മെത്തേഡ്: സ്റ്റിച്ചിങ്ങിന് മുന്നേ ഈ ഡാർട്സ് എല്ലാം നിർബന്ധമായും പാറ്റേണിൽ നിന്ന് ട്രാൻസ്ഫറായി ഫാബ്രിക്കിലേക്ക് വരണം. മെറ്റീരിയൽസിന് അനുസരിച്ച് 2 മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ടൈലർ മാർക്സ് നമുക്ക് സിൽക്ക് അല്ലെങ്കിൽ പോളിസ്റ്ററിലെല്ലാം യൂസ് ചെയ്യാം. കൂടാതെ ലൂസായിട്ടുള്ള ഓവൻ മെറ്റീരിയലിലും യൂസ് ചെയ്യാം. കോട്ടണിൽ ട്രേസിംഗ് വീൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നതാണ് ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഈ ട്രേസിംഗ് വീലിനെ പിൻഡ് മെറ്റൽ ടൂൾ എന്നും പറയാറുണ്ട്. ഇതാണ് പാറ്റേൺ മാർക്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ലൈൻസിനെ ഫാബ്രിക് അല്ലെങ്കിൽ പേപ്പറിന്റെ ലോവർ ലെയറുമായി ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കൺസ്ട്രക്ട് എ ഫ്രഞ്ച് ഡാർട്ട് അല്ലെങ്കിൽ കേർവ്ഡ് ഡാർട്ട്. 25 സെൻറ്റിമീറ്റർ ഇൻറ്റു 15 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പീസ് ഓഫ് ക്ലോത്ത് എടുക്കുക. 25 സെൻറ്റിമീറ്റർ ലോങ് സൈഡിൽ ഉള്ള ഒരു ലോവർ കോർണറിൽ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് എടുത്ത് അത് പോയിന്റ് എ ആയിട്ട് മാർക്ക് ചെയ്യുക. ഓപ്പോസിറ്റ് കോർണറിന്റെ ഡയറക്ഷന്റെ നേരെയായിട്ട് 12 സെൻറ്റിമീറ്റർ ഡാർട്ട് ലെങ്ത് ഉള്ള ഒരു ഡയഗണൽ ലൈൻ ഡ്രോ ചെയ്യുക. ഈ ലൈനിന്റെ എൻഡ് പോയിന്റ് ബി ആയിട്ട് മാർക്ക് ചെയ്യുക. എയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് എടുത്ത് അത് സി ആയിട്ട് മാർക്ക് ചെയ്യുക. പോയിന്റ് സിയിൽ നിന്ന് 2 സൈഡിലേക്കും സ്ക്വയർ അപ്പ് ചെയ്തിട്ട് പോയിന്റ് ഡി ആയിട്ട് അത് മാർക്ക് ചെയ്യുക. ശേഷം 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ പോയിന്റ് ഇ മാർക്ക് ചെയ്യുക. അതായത് ഹാഫ് ഓഫ് ദ ഡാർട്ട് വിഡ്ത്ത്. സെന്റർ ലൈനിന്റെ ബിസൈഡായിട്ട് 2 ഡാർട്ട് ലൈൻ ഡ്രോ ചെയ്യുക. 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് എടുത്ത് ക്ലോത്തിന്റെ എഡ്ജിൽ നിന്ന് പോയിന്റ് ഡിയിൽ നിന്നും ഇ വരെ ഒരു ലൈൻ വരയ്ക്കുക. ശേഷം പോയിന്റ് ബിയിലേക്ക് വരുന്ന ലൈൻ ടാപ്പർ ചെയ്യുക. ആ ഇടത്താണ് ലൈൻസ് മീറ്റ് ചെയ്യുക. ഡാർട്ട് ലൈനിന്റെയും സെന്റർ ലൈനിന്റെയും നടുവിലാണ് ഈ സ്റ്റേ സ്റ്റിച്ചസ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഡാർട്ട് ലൈനിൽ നിന്നും 1 സെൻറ്റിമീറ്റർ മാറി സ്മോൾ റണ്ണിംഗ് സ്റ്റിച്ചസും ചെയ്യണം. ഇത് പോയിന്റ് എഫിൽ ഫിനിഷ് ചെയ്യണം. അതായത് പോയിന്റ് ബിയിൽ നിന്നും ഇത് 1.5 സെൻറ്റിമീറ്റർ മാറിയിരിക്കണം. ഡാർട്ടിന്റെ സെന്റർ ലൈൻ അതായത് എയിൽ നിന്ന് എഫ് വരെ സ്ലാഷ് ചെയ്യുക. ഫാബ്രിക്കിന്റെ റൈറ്റ് സൈഡ്സ് ഒന്നിച്ച് വെച്ച് ഫോൾഡ് ചെയ്യുക. അത് റോ എഡ്ജസിനെ നീറ്റായിട്ട് മാച്ച് ചെയ്യും. ഇത് സ്റ്റിച്ചിങ് ലൈനിൽ നിന്ന് കുറച്ച് മാറി പിൻ ചെയ്തിട്ട് ചെറുതായിട്ട് ബാസ്റ്റ് ചെയ്യുക. മെഷീൻ ഉപയോഗിച്ച് ഷേപ്പ്ഡ് ഡാർട്ട് ലൈൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ടേപ്പേർഡ് എൻഡിലുള്ള ത്രെഡും ഇപ്പോൾ നോട്ട് ചെയ്യണം. അതിനുശേഷം ആ ത്രെഡ്സും ട്രിം ഓഫ് ചെയ്യുക. സ്റ്റേ സ്റ്റിച്ചിന്റെ അടുത്തുള്ള സീം അലവൻസ് ക്ലിപ്പ് ചെയ്തിട്ട് ക്ലോത്ത് അൺഫോൾഡ് ചെയ്യുക. അതിനുശേഷം റോ എഡ്ജസ് സ്ട്രെച്ച് ചെയ്യുക. സീം അലവൻസ് ഡൗൺവേർഡ്സ് ആയിട്ട് വരുന്ന രീതിയിൽ റോ എഡ്ജസ് അങ്ങനെ തന്നെ വെച്ച് ഡാർട്ടിനെ ഫ്ലാറ്റ് ആയിട്ട് പ്രസ് ചെയ്യുക. റീക്യാപ്പ്: ഈ സെഷനിൽ നിങ്ങൾ ഒരു പ്ലെയിൻ ഡാർട്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിച്ചു, ഒരു കൗണ്ടർ ഡാർട്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിച്ചു, ഒരു ഫ്രഞ്ച് ഡാർട്ട് എങ്ങനെ നിർമ്മിക്കാമെന്നും പഠിച്ചു. ഈ കൺസെപ്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.